ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ക്ലാസ് ഓൺ മെത്തഡോളജി. ഈ ക്ലാസ്സിൽ നമ്മൾ കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ഏതാണ് വേരിയസ് കോൺസെപ്റ്റ്സ്. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഏറ്റവും അവസാനമായിട്ട് സെക്കൻഡ് മോഡ്യൂളിൻ്റെ പകുതി ഭാഗം നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ആദ്യത്തെ ഭാഗം നമ്മൾ കാണിച്ചിട്ടില്ല. ഈ സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് കുറച്ച് കോൺസെപ്റ്റ്സാണ് പഠിക്കാനുള്ളത്. ഫങ്ഷൻ എന്താണ്, വേരിയബിൾസ്, അതുപോലെ ഇക്വിലിബ്രിയത്തിൽ തന്നെ പാർഷ്യൽ ആൻഡ് ജനറൽ ഇക്വിലിബ്രിയം, പിന്നെ അതുപോലെ സ്റ്റാറ്റിക്, കമ്പാരിറ്റീവ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഇക്കണോമിക്സ്, ദെൻ മാർജിനലും ടോട്ടലും തമ്മിലുള്ള ബന്ധം, നോർമൽ, റിയൽ വാല്യൂ എക്സെട്ര. ഈ ടോപ്പിക്കാണ് നമുക്ക് ഇതിൽ ഏറ്റവും അവസാനം ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എസ്സേക്കാൾ ഉപരി എന്താണ് കോൺസെപ്റ്റ് ലെവലിലാണ് ആയിരിക്കും കൂടുതൽ ചോദ്യം ചോദിക്കുക. എസ്സേയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പാർഷ്യൽ, ജനറൽ ഇക്വിലിബ്രിയം അങ്ങനെയുള്ള ഏരിയ ചിലപ്പോൾ എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് കോൺസെപ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വാട്ട് ഈസ് ഫങ്ഷൻ. ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയിച്ചിരിക്കുന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻ. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ ഫങ്ഷൻ ഉണ്ട്, ഫങ്ഷണൽ ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെ ഇക്കണോമിക്സിലും ഭയങ്കര പ്രധാനപ്പെട്ട. കാരണം ഇക്കണോമിക്സ് നമുക്കറിയാലോ, നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻപുട്സ് യൂസ്ഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻപുട്ട് ക്യാപിറ്റലാണ്, പിന്നെ ലേബറാണ്. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ട് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഔട്ട്പുട്ട് എത്രമാത്രം ക്യാപിറ്റൽ ഉപയോഗിച്ചു, എത്രമാത്രം ലേബർ ഉപയോഗിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. സോ ദിസ് ഈസ് ദ ഐറ്റം വി ആർ ഗോയിങ് ടു സ്റ്റഡി റൈറ്റ് നൗ. ഔട്ട്പുട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് വാട്ട്? ഇൻപുട്സ്, ബോത്ത് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഔട്ട്പുട്ട് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? എത്രമാത്രം ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നു, എത്രമാത്രം ലേബർ നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി അതിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്ത് ആക്ച്വലി ഔട്ട്പുട്ട്. ആ ഇൻപുട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ എഫ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ മാത്തമാറ്റിക്കലി നമ്മൾ ആ ഫങ്ഷനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ എന്താണ് ഫങ്ഷൻ നമുക്ക് കാണാം. ഓക്കെ, സോ എ ഫങ്ഷൻ ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾസ്. പല വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഫങ്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യണേ. Okay, once more, a function gives the relationship between different variables. Okay, the relationship often may be between a dependent variable and an independent variable. Okay, അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ ഫങ്ഷണൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ ഞാൻ ഒന്നുകൂടെ എഴുതും കേട്ടോ. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ആണ്. നമ്മൾ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? കെയെയും എല്ലിനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ ക്യൂ ആശ്രയിച്ചിരിക്കുന്നു എന്തിനെ? കെയെയും എല്ലിനെയും. ഓക്കെ, സോ അപ്പോൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നാണ് അർത്ഥം. ക്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കെയും എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ക്യൂവിനെ കെയും എല്ലിനെ അനുസരിച്ച് ക്യൂ മാറും. ക്യൂ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. എന്താണ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ദെൻ കെ ആൻഡ് എൽ ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. So Q changes in accordance with the changes in K and L. Okay, K and L are independent. മനസ്സിലായല്ലോ? ക്യൂവിന് അനുസരിച്ചല്ല കെ എല്ലാം മാറുന്നത്, കെ എൽ അനുസരിച്ച് ക്യൂ മാറും. അപ്പോൾ ക്യൂവിന് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, കെനെ എല്ലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കും. ഇവിടെ രണ്ട് വേരിയബിൾ ഇവിടെ ഉണ്ട് കേട്ടോ, രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, സോ ബിക്കോസ് ദിസ് ഈസ് എ സിമ്പിൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ വിച്ച് ജസ്റ്റ് ഷോസ് ദാറ്റ് ഔട്ട്പുട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ ഇൻപുട്സ് യൂസ്ഡ്. ഓക്കെ, നൗ സോ ദർ ഈസ് often പലപ്പോഴും the relationship, that means a functional relationship. Okay, the relationship that shows the different sets of variables may be between a dependent variable and an independent variable, as in this small type or simple type of production function. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിക്കുന്ന പോലെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്യൂ ആൻഡ് ഇൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, പല രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, യൂഷ്വലി ദ ഫംഗ്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. സോ ദിസ് ഈസ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഹിയർ അഗൈൻ വി ആർ ഗോയിങ് ടു സീ അനദർ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. യു കനോട്ട് സേ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഇക്വേഷൻ. വെരി സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് ദി റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു വേരിയബിൾസ്, യു നോ. So usually a function is expressed in a mathematical equation. An equation is a mathematical way of expressing something or way of looking at the relationship between variables. അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് വേരിയബിൾസ് ആയിട്ട് തമ്മിലുള്ള ബന്ധത്തെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് ഏത്? മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫോർമാറ്റാണ് രണ്ട് സെറ്റ് ഓഫ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഓക്കെ, ആൻ ഇക്വേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദി റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കേസ് നമുക്ക് വേണമെങ്കിൽ പറയാം ഔട്ട്പുട്ട് ഇൻപുട്ടിനനുസരിച്ച് മാറും എന്ന് നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ ഇങ്ങനെ എഴുതി വെക്കാം. അതുപോലെ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് മാത്തമാറ്റിക്കൽ നൊട്ടേഷനിൽ നമുക്ക് എഴുതി വെക്കാം. Q is a function of K and L. Okay, now following equation also shows a consumption. Following function also shows a functional equation, and that equation is about or function relationship, which is also about what it is about consumption function. ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിത് കൺസംഷൻ ഫംഗ്ഷനെ കുറിച്ചുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ കണ്ടല്ലോ. സി ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും കൺസംഷൻ എന്ന് പറയുന്നതാണ് സി. വൈ എന്ന് പറഞ്ഞാൽ ഇൻകം, ശരിയല്ലേ? വൈ ഇൻകം ആണ്, നമ്മൾ പലപ്പോഴും മുമ്പ് പഠിച്ചിട്ടുള്ള. സി കൺസംഷനാണ്. സി കൺസംഷൻ. എഫ് എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എഫിൻ്റെ അർത്ഥം എന്താ? എഫ് നമ്മളിങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള വളരെ ഷോർട്ടായിട്ട് നമുക്ക് പറയാനുള്ള ഒരു സെൻറ്റൻസ് ഒരു കുഞ്ഞ് നൊട്ടേഷനിൽ പറയുന്നതിനാണ് മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നത്. ദർ ഇസ് നോ കോംപ്ലക്സ് മാത്തമാറ്റിക്സ്. യു ജസ്റ്റ് ബിലീവ് ദാറ്റ് യുവർ കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് യുവർ ഇൻകം, isn't it? Since you are low income, your consumption is low, and when your income become very high, your consumption will be very high. Consumption is not just consumption of eatable item, but consumption of electronic goods, consumption of some other services, like that. So your consumption ultimately depends upon your income. This is a simple relationship you can easily understand from your life experiences. Consumption depends upon what our level of income. Higher the level of income, higher will be your consumption. So this is an dependent variable. Your consumption depends upon f function, or depends upon what your level of income. Okay, so this is an independent variable. Here this is an dependent variable. Consumption depends upon what? Income. Okay, so that is a notational equation that shows the relationship between consumption and income, which is otherwise called consumption function. Okay, അപ്പോൾ അവിടെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയാം. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ടോ? ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ തൊട്ട് താഴെ കാണും. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ എഴുതേണ്ട കാര്യമില്ല. താഴെ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ കാണും. സോ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഒരു ഡയഗ്രാം എടുത്ത് നിൽക്കുക. അത് നമ്മളൊരു പക്ഷേ +2 പഠിക്കുന്നത് അല്ലേ. നമ്മളിവിടെ കൺസംഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ ആദ്യം ഇൻകം ഇടും. അതാണല്ലോ കറക്റ്റായിട്ട്. ആദ്യം ഇവിടെ നമ്മൾ കൺസംഷൻ ഇടും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കും. ആ വരയ്ക്ക് നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ പേരിടും. ഇതിനെ നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ പേരിടും. അപ്പോൾ അതിൻ്റെ അത് പറയുന്നത് എന്താ അറിയാം, നമ്മുടെ ഇൻകം 0, ഇവിടെ 0, ഇവിടെ നമുക്ക് 100 രൂപ, 100 നമുക്ക് കിടക്കട്ടെ ഒരു 10,000 രൂപ. 10,000 ആയോ? ഇല്ലല്ലേ. ദെൻ 20,000 രൂപ, 20K ഞാൻ ചുമ്മാ ഇടും കേട്ടോ. സോ ലൈക്ക് ദാറ്റ് യുവർ ഇൻകം ഗോസ്. സോ ഇൻകം ഈസ് മെഷർഡ് ഓൺ ദിസ് എക്സ് ആക്സിസ്, കൺസംഷൻ ഈസ് മെഷർഡ് ഓൺ ദിസ് വൈ ആക്സിസ്. ആൻഡ് നമ്മളെ സംബന്ധിച്ചുണ്ടല്ലോ, നമുക്ക് ഇൻകം ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇൻകം ഇല്ലെങ്കിലും നമുക്ക് സംതിങ് കൺസംഷൻ കാണും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇൻകം 0 ആകുമ്പോൾ എത്രയായിരിക്കും നമ്മുടെ കൺസംഷൻ? പോസിറ്റീവ് ആയിരിക്കും, യാതൊരു സംശയമില്ല. നമുക്കൊരു വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇൻകം 0 ആയെന്നും കണ്ട് കൺസംഷൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഇൻകം 0 ആണെങ്കിലും കൺസംഷൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്? ഇൻകം 0 ആണെങ്കിലും കൺസംഷൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻകം ഇവിടെ 0 ആണ്. നമ്മൾ പിച്ചക്കാർക്ക് പോലും, പിച്ചക്കാരെന്ന് പറയാനില്ല, ഫിഷക്കാർക്ക് പോലും, അപ്പോൾ അവർക്ക് പോലും എന്തുണ്ട്? 0 ഇൻകത്തിൽ അവർക്ക് കൺസംഷൻ ഉണ്ട്. അപ്പോൾ എത്രമാത്രം കൺസംഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മിനിമം നമുക്കൊരു ദിവസം ഒരു 50 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 0 ഇൻകം 0, കൺസംഷൻ എത്രയാണ്? 50. ആ ആക്സ് എടുക്കുക. 0 50 ഇത് 50 നമുക്ക് പറയാം. ഈ എന്ന് പറയുന്നിടത്ത് നമ്മൾ 50 വരെ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അറിയോ? 0 ഇൻകത്തിൽ നമുക്ക് 50 കാണും, പ്ലസ് വൈയുടെ ഒരു പ്രത്യേക മടങ്ങ് ബിയ, അത്രയും കണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൺസംഷൻ അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ വൈ കൂടുന്നതനുസരിച്ച് നമ്മുടെ കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ മിനിമം എന്തായാലും 50 ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഈ ഇക്വേഷനിലെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതിന് നമ്മളൊരു ഫോർമാറ്റ് കൊടുക്കുകയാണെങ്കിൽ C = 50 വരെ നമ്മൾ വരുന്ന ഫിഗേഴ്സിന് അവിടെ A എന്നിടും, പ്ലസ് നമ്മുടെ ഇൻകം എത്ര കൂടും? B മടങ്ങുണ്ട്, ഇൻകത്തിൻ്റെ B മടങ്ങുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കും കൺസംഷൻ. സോ കൺസംഷൻ 2 കോമ്പണൻ്റ്. ഒന്ന് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയും. നമ്മൾ 0 ലെവൽ ഓഫ് ഇൻകത്തിലും നമ്മൾ 50 അല്ലെങ്കിൽ A ലെവൽ ഓഫ് കൺസംഷൻ നമ്മൾ നടത്തും, പ്ലസ് വൈയുടെ B മടങ്ങുകൊണ്ട് നമ്മുടെ കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കും. സോ നമ്മൾ ഈ കൺസംഷൻ ഈ ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളൊരു ഇക്വേഷൻ കൊടുക്കുക. C = A + BY. BY എന്ന് പറഞ്ഞാൽ എന്താ? B ലൈസ് ബിറ്റ്വീൻ 0 and 1.
ഓക്കെ. ബി വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ബട്ട് ലെസ് ദാൻ 1, ഓക്കെ, യൂഷ്വലി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ, കൃത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻകത്തിൻ്റെ 50% നമ്മൾ കൺസ്യൂം ചെയ്യുന്നു വിചാരിച്ചു. അപ്പം ബിയുടെ വാല്യൂ എത്രയായിരിക്കും? 0.5 ആയിരിക്കും. മനസ്സിലായി? 0.5 നമ്മുടെ ഇൻകം 1,00,000 രൂപയാണെങ്കിൽ 0.5 × 5 1,00,000 അങ്ങ് പോട്ടെ ആയി. ഓക്കെ, 0.5 × 1,00,000 എത്രയായിരിക്കും? അത് 50K ആയിരിക്കും. 50,000 ആയിരിക്കും. 50,000 പ്ലസ് നമ്മുടെ 50 രൂപ, 50,050 രൂപ. 50 രൂപ തുടക്കത്തിൽ ഈ 50 രൂപ, ഈ എയ്ക്ക് വരെയുള്ള 50 രൂപ, ഈ 50 രൂപ. അപ്പോൾ 50,050 രൂപ ആയിരിക്കും നമ്മുടെ കൺസംഷൻ. എത്ര? നമ്മുടെ ഇൻകം എത്ര ആയിരിക്കുമ്പോൾ 1,00,000 ആയിരിക്കുമ്പോൾ നമ്മുടെ ഇൻകം 1,00,000 എന്ന് വിചാരിച്ചു, 20 അല്ല ഇവിടെ 1,00,000 എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൺസംഷൻ എത്രയായിരിക്കും? ഇവിടെ കൺസംഷൻ എത്രയായിരിക്കും? 50,550 ആയിരിക്കും. 50,050 രൂപ നമ്മൾ കൺസ്യൂം ചെയ്യും. ഈ പോയിന്റിലാണ് നമ്മുടെ ഇൻകം എത്രയായിരിക്കും? 1,00,000 ആയിരിക്കും. നമ്മുടെ കൺസംഷൻ 50,050. ഈ 50 തൊട്ട് പ്ലസ് ഇത് 50,000 ആണെന്ന് വിചാരിക്കും. Okay, so that is how the consumption function explains your consumption scenario given your level of income. So consumption function shows the relationship between income of the consumer and his consumption. Okay, കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഇതൊന്നും നമുക്ക് എടുക്കണ്ട. ഇത് മാത്രം നമുക്ക് C = A + B എന്ന് കണ്ടോ. ഇവിടെ നമ്മൾ ഇൻകം, ഇവിടെ നമ്മൾ കൺസംഷൻ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് പറയാം. കൺസംഷൻ 0 ഇൻകം ആണെങ്കിൽ നമ്മൾ A എത്ര കൺസംഷൻ കാണും പ്ലസ് BY കണ്ട് നമ്മുടെ കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് കൺസംഷൻ ഫംഗ്ഷൻ ഷോസ് what? The relation between consumption and income. Understand, consumption is a dependent variable whereas income is an independent variable. Okay, then another function you may be familiar with is it's a demand function. Simple demand. This is not a function, this is just a notation. നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ ഇക്വേഷൻ ആണെങ്കിൽ ഫുള്ളി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. QD = this much A plus this much, എന്താണ് A minus QD = ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇതിൻ്റെ ഡിമാൻഡ് ഫംഗ്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദിസ് മച്ച് ഒരു 10 - BY എന്നൊക്കെ പറഞ്ഞ് നമ്മൾ BP എന്ന് പറഞ്ഞ പ്രൈസാണ്. അപ്പം പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും. അത് മൈനസായിട്ട് നമ്മൾ കാണിക്കുക. സോ വി ആർ നോട്ട് റൈറ്റ് നൗ ഗോയിങ് ത്രൂ ദി what we can say demand function, but we are just saying that quantity demanded of a commodity is related with its price, depends upon its price. Okay, so this is a dependent variable, this is an independent variable. As in the case of a consumption function, there is a dependent variable as well as an independent variable, so demand function shows that there is inverse relation between quantity demanded of a commodity and its price. Higher the price, lesser will be the quantity demanded. Lower the price, lower the price. Greater will be the quantity demand of that commodity. There is inverse relation between these two variables. Okay, so ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഇവിടെ നമ്മൾ കാണിക്കുന്നില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് ഫംഗ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇൻവേഴ്സ് റിലേഷൻഷിപ്പിൻ്റെ അതിൻ്റെ സ്വഭാവം രണ്ടും തലതിരിഞ്ഞ് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. മറ്റടുത്ത് ഡയറക്റ്റ് എവിടെ കൺസംഷൻ ഇൻകത്തിൽ, പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഒരു സെക്കൻഡേ. Okay, coming back to the class, ഒരു ഫോൺ വന്നായിരുന്നു കേട്ടോ. So another function is the one that shows the relation between quantity demand of a commodity and its price. Here the quantity demand of a commodity depends upon its price given other fact is constant. നമ്മൾ ഡിപ്പെൻഡ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, F മാത്രമേ പറയുന്നുള്ളൂ. നെഗറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ പറയുന്നില്ല. ഓക്കെ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ഇറ്റ്സ് പ്രൈസ്. പക്ഷേ നേരത്തെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് കൺസംഷൻ ഇൻകം. ഇവിടെ അങ്ങനെയല്ല, നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഉണ്ടോ? ശരിയല്ലേ? കൺസംഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടോ? ഒന്നുകൂടും വേർന്ന് കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ എങ്ങനെയാണ്? നേരെ തിരിച്ച. ഇത് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഡിമാൻഡ് കർവാണ് അല്ലേ? അവിടെ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഇവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പ്, പോസിറ്റീവ് ഇൻവേഴ്സ്. ഇത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത്. പക്ഷേ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഇൻവേഴ്സ് ആണെന്ന് അവിടെ പറയുന്നില്ല. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്കുണ്ടല്ലോ തൊട്ടടുത്തായിട്ട് വേരിയബിളിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ കുറേ വേരിയബിൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ ഈസ് സംതിങ് വിച്ച് ഈസ് വേരി. ഇത്രേ ഉള്ളൂ. ലിറ്ററൽ സെൻസിൽ അതാണ് കറക്റ്റ്. നമുക്ക് പിന്നെ ഒരു ഡെഫിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ പറയുമ്പോൾ എ വേരിയബിൾ ഈസ് എ കോൺസെപ്റ്റ് ഓർ ഐറ്റം വിച്ച് ചേഞ്ചസ് വിത്ത് ടൈം. Its magnitude can be represented by a number measured quantitatively. Variables are called variables because they vary. They can have a variety of values. Okay, thus a variable can be considered as a quantity which assumes a variety of values in a particular problem. അപ്പം നമ്മൾ
പറയുകയാണെങ്കിൽ നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഡിമാൻഡാണെന്ന് വിചാരിക്കുക, പ്രൈസാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ടൈമിൽ പ്രൈസ് നമുക്ക് ആദ്യം എഴുതാം കേട്ടോ. പ്രൈസ് ഞാൻ ഇങ്ങോട്ട് മാറ്റിക്കട്ടെ. നമുക്ക് ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇടാം. ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂ. അപ്പോൾ പ്രൈസ് 10 ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 100 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, പ്രൈസ് 9 ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് 150 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ വേരി ചെയ്യുക, രണ്ടും വേരി ചെയ്യുക. ഓക്കെ, ദെൻ ഇത് 8 ആകുമ്പോഴോ മേ ബി ലൈക്ക് 250 യൂണിറ്റ്സ് മേ ബി ഡിമാൻഡ്. ദിസ് ഇസ് വെൻ ഇറ്റ് ഇസ് ബിക്കം 5. We can see that it is 500 something, and when the price becomes 6, the quantity demand may go up to something like 600 units. So this is changing. Because this is changing, both are changing. Both are what we can say variables, something which are varying with the time. Okay, so നമുക്ക് മാറുന്നതിനെയാണ് നമ്മൾ വേരിയബിൾസ് പറയുന്നത്. ഇവിടെ പ്രൈസ് വേരി ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന വേരി ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഇത് ഡിപെൻഡൻറ്റ് വേരിയബിളാണെന്ന് നമ്മൾ കണ്ടു. സോ ദാറ്റ് ഈസ് അബൌട്ട് വേരിയബിൾസ്. ഇനി ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന് നമ്മൾ പറയാം. ഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് എ ഫിനോമിനൻ വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ ഫാക്ടേഴ്സ്. സോ കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് വൈ. ഹിയർ സി ഈസ് ഡിപെൻഡൻറ്റ് വേരിയബിൾ, വൈ ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. Okay, then quantity demanded of a commodity changes. Sorry, it's a function of what we can say income of the consumer, price of the commodity, price of the related commodities, taste and preference of the consumer, taste and preference of the consumers, then what we can say some maybe a lot of other factors maybe also maybe controlling the quantity demand of a commodity. So these are all independent variable. This is a dependent variable. Dependent variable is a phenomenon which is influenced by other factors. For example, in the relation between consumption and income, consumption is determined and influenced by income. നമ്മൾ പഠിച്ചതാണ്, ശരിയല്ലേ? നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കൺസംഷൻ ഈസ് dependent or it's depending upon what income. Here consumption is a dependent variable which changes in accordance with changes in income. Consumption is a function of y. Consumption is a dependent variable because it is caused and influenced by another variable, income. This is an independent variable, independent വേരിയബിൾ. ഓക്കെ, നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനിൽ ഇൻകം മാറുന്നതനുസരിച്ച് സി മാറുക. ദിസ് ഈസ് ദ വേരിയബിൾ വിച്ച് ചേഞ്ചസ് ഫസ്റ്റ് independently by on its own. Okay, so consumption changes in accordance with income. Okay, then we are thinking about independent variable. What is independent variable? An independent variable is a variable that stands independently and is not changed by other variables. വേരിയബിൾസ് കാരണമല്ല ചേഞ്ച് ചെയ്യുന്നത്, ഇത് സ്വന്തമായി ഇത് ചേഞ്ച് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ വേരിയബിൾസ്. ഡിപെൻഡൻറ്റ് വേരിയബിൾ the independent variable may influence other variable like dependent variable. So independent variable മറ്റുള്ള വേരിയബിളിനെ സ്വാധീനിക്കും, അതിനെ നമ്മൾ ഡിപെൻഡൻറ്റ് വേരിയബിൾ. സി ഈസ് എ ഫങ്ഷൻ ഓഫ് ഐ. അഗൈൻ വി ആർ സൈറ്റിംഗ് ദാറ്റ് എക്സാമ്പിൾ again and again so that you can understand it easily. Consumption is y is independent variable, c is dependent variable. Y brings changes in c. That's why what this sentence says. Okay, now in the given consumption function, income is the independent variable. Okay, ഇനി നമ്മൾ രണ്ട് സംഭവം കൂടെ പഠിക്കുക. അതിൻ്റെ പേരാണ് എക്സോജനസ്, എൻഡോജനസ്. എക്സോജനസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദി സിസ്റ്റം എന്നാണ് അർത്ഥം. എൻഡോജനസ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദി സിസ്റ്റം. ഇന്ത്യ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇൻഡിജനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തദ്ദേശീയരെന്നാണ് അർത്ഥം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്കാണ്. സോ എൻഡോജനസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദി സിസ്റ്റം എന്നാണ്. എക്സോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് എന്നാണ്. Exogenous variable is an independent variable that affects the model without being affected by it. ഒരു മോഡലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വേരിയബിൾ, മോഡലാൽ ഇൻഫ്ലുവൻസ് ചെയ്യാതെ എന്നുള്ള വേരിയബിളാണ് നമ്മൾ എക്സോജനസ് വേരിയബിൾ എന്ന് പറയുന്നത്. ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മെത്തേഡ് ഓഫ് ജനറേഷൻ ഓഫ് എക്സോജനസ് വേരിയബിൾ ആർ നോട്ട് യൂഷ്വലി സ്പെസിഫൈഡ് ഇൻ ദി മോഡൽ. സാധാരണഗതിയിൽ ഒരു എക്സോജനസ് വേരിയബിളിൻ്റെ പല ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പറയാറില്ല. അപ്പം ഇറ്റ് മേ ബി ഔട്ട്സൈഡ് ദി സിസ്റ്റം വിച്ച് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ബിസൈഡ് ദാറ്റ് ഇൻ എ പർട്ടിക്കുലർ സിസ്റ്റം ദിസ് എക്സോജനസ് വേരിയബിൾസ് ഇൻഫ്ലുവൻസ് ഹോൾ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ എക്സോജനസ് വേരിയബിൾ. ഇത് ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സിസ്റ്റത്തിന് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ എക്സോജനസ് വേരിയബിൾ എന്ന് പറയും. അപ്പോൾ അത് ഔട്ട്സൈഡ് ആണ് ശരിക്കും പറയും. അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്സൈഡ് ദി സിസ്റ്റം എന്ന് പറയും. സോ വൺസ് മോർ, എക്സോജനസ് വേരിയബിൾ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അഗൈൻ ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അപ്പോൾ എക്സോജനസ് ദാറ്റ് അഫക്ട്സ് ദി മോഡൽ. മോഡലിനെ അഫക്റ്റ് ചെയ്യും പുറത്തുനിന്ന്, പക്ഷേ ഈ മോഡലെ അത് അഫക്റ്റ് ചെയ്യുകയല്ല.
അതാണ് എക്സോജനസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ. നമുക്ക് കൃത്യമായിട്ട് പുറത്ത് നിൽക്കുകയാണ്. പുറത്തെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സിസ്റ്റത്തിന് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത് സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് എക്സോജനസ് വേരിയബിൾ. ഓക്കെ. Now the second one we can easily understand. The other one, endogenous variable, are dependent variables generated within the model. The value of these variables is changed by other variables within the model. ഓക്കെ. അപ്പോൾ നമ്മളൊരു എക്സോജനസ് വേരിയബിൾ, ഒരു സിസ്റ്റമാണ്, സിസ്റ്റത്തിൻ്റെ അകത്തൊരു വേരിയബിൾസ് ഉണ്ട്, അതിലൊന്നാണ് എൻഡോജനസ് വേരിയബിൾ. മനസ്സിലായി? ഇതിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്നത്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഓൾ ദോസ് ആർ എൻഡോജനസ് വേരിയബിൾസ് within that system. This is an exogenous variable. So that is the difference between what we can say exogenous variable and endogenous variable. What matters here is whether the variables is influenced by factors within the system or it is not influenced by the factors within the system. So that's the difference between exogenous and endogenous variable. Now we are coming to see the next topic, which is called hypothesis. അപ്പോൾ നമ്മൾ പല പ്രാവശ്യത്തിന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചു അല്ലേ? ഹൈപ്പോത്തസിസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ടെൻഡേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികം എന്നാണ് ആ വാക്ക് അവിടെ ഉണ്ട്. ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സംഭവം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ ഫുള്ള് മാർക്ക് നമുക്ക് കിട്ടും, ഈ രണ്ട് വാക്കുകൾ കൂട്ടി എഴുതുകയാണെങ്കിൽ. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോത്തസിസ് ഈസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ടെൻഡേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികം. കൃത്യം മലയാളം വാക്കിന് ഒരർത്ഥം പോലും നഷ്ടപ്പെടാതെ നമ്മൾ പറയുകയാണെങ്കിൽ താൽക്കാലികം. ഇത് താൽക്കാലികം എന്ന് പറയുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് റിസർച്ചിന് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഏറ്റവും അവസാനം ശരിയാണോ ഇല്ലയോ എന്ന് നമ്മൾ പറയുകയാണ്. നമ്മൾ ഇന്നലത്തെ പഠനത്തിൽ പഠിച്ചല്ലോ, അതായത് പോവർട്ടി ഈസ് കോസ്ഡ് ബൈ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ? പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ റീസൺ ഫോർ poverty. പറയുക is the main reason for poverty. So that is the tentative statement we made at the beginning of the study when we are studying about the problems like poverty. Okay, similarly you can have a different types of studies, you know. സോ നമുക്ക് പറയുകയാണെങ്കിൽ വേറൊരു പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടമാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ വന്നാണ്. ഉദാഹരണത്തിന് ലണ്ടനിലെ UK വെറൈറ്റി ഓഫ് കോവിഡ് വൈറസ് നമ്മുടെ കേരളത്തിൽ വരികയാണ്. അപ്പോൾ അത് 6 റിപ്പോർട്ട് ചെയ്യുന്നത് പത്രത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്? അപ്പോൾ അത് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് ഒത്തിരി ഫാക്ടേഴ്സ് അതിൻ്റെ കാരണം ആ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ. അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എനിക്ക് തോന്നുന്നതിനാണ് അറിയോ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വൈറസ് ഇത്ര സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് അല്ലേ? വേറെ ഇപ്പം മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ ഗ്രാമങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ നഗരങ്ങളിൽ സ്പ്രെഡ് സംഭവിച്ചു. പക്ഷേ കൂടുതലും നഗരങ്ങളാണ്, ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങൾ ഭയങ്കര ഐസൊലേഷനിലാണ്. മാത്രമല്ല ആളുകൾ പലയിടത്തും സ്പേസ് എന്താണെന്ന് അറിയാം, ചിതറിയാണ് നിൽക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കുറവാണ്. അപ്പം പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് എ ഫാക്ടർ ദാറ്റ്സ് ക്വിക്കൻസ് ദി സ്പ്രെഡ് ഓഫ് ദി വൈറസ്. ഈ വൈറസിനെ സ്പ്രെഡ് ചെയ്യുന്ന ഏറ്റവും സ്പീഡിൽ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഈ സ്റ്റഡിയെക്കുറിച്ച് നമ്മളൊരു സ്റ്റഡി അബൌട്ട് ദി സ്പ്രെഡ് ഓഫ് വാട്ട് വി ക്യാൻ സേ ദ കോവിഡ് വൈറസ്. അപ്പോൾ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് കോസസ് ദി സ്പ്രെഡ് ഓഫ് ദി വൈറസ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പറയുന്നറിയോ, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താം. നമ്മൾ പറയാം, നമ്മളൊരു ക്യൂരിയസ് കേരള കേസ് സ്റ്റഡി നമ്മൾ പറയും. അതിനകത്ത് നമ്മൾ താൽക്കാലിക സ്റ്റേറ്റ്മെൻറ്റ് നടത്താം. Virus spread is highly influenced. Virus spread is accelerated by population density or density of population. അപ്പോൾ നമ്മൾ ഈ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നടത്താം. അതായത് the virus spread is accelerated by population density or population density, the high density of population causes faster spread of the virus എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി കോസസ് ഫാസ്റ്റർ സ്പ്രെഡ് ഓഫ് ദി വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി കാരണമാണ് ഉള്ളിടത്ത് നമുക്ക് വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആദ്യം നമ്മൾ നടത്തുക. എന്നിട്ട് നമ്മൾ സ്റ്റഡി നടത്തുമ്പോഴത്തേക്ക് നമുക്ക് തോന്നി ശരിയാണോ തെറ്റാണോ ശരിയാണോ നമ്മൾ അന്വേഷിച്ച് നോക്കുക. ഏറ്റവും അവസാനം ഡാറ്റയൊക്കെ വെച്ച് നമ്മൾ ശരിയാക്കി ഈ താൽക്കാലിക സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അതുവരെ അത് താൽക്കാലിക സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരിക്കാം. ഏറ്റവും അവസാനം അത് ശരിയാണെങ്കിൽ ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഈ ഹൈപ്പോത്തസിസ് ശരിയാണ്. എന്താണ്, മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് കേരളത്തിൽ
എത്ര നല്ല പോസിറ്റീവ് ഹെൽത്ത് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും വൈറസിൻ്റെ സ്പ്രെഡ് ഭയങ്കര സ്പീഡിൽ വന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് നമ്മൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഭയങ്കര പൂറാണെങ്കിൽ നമ്മുടെ ക്കാളും ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര പൂറാണെങ്കിലും ശരി വൈറസിൻ്റെ സ്പ്രെഡ് കുറവായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കുറവാണ്. കേരളത്തിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതൽ. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് എ പ്രൊമോട്ടിംഗ് ഫാക്ടർ ഓഫ് ദി ഫാസ്റ്റർ സ്പ്രെഡ് ഓഫ് ദി വൈറസ് എന്ന് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ പോവുക. അപ്പോൾ അതിനെ പറഞ്ഞ പോലെ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി സ്റ്റഡി വി മേക്ക് സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് വി ത്രൂ ദി സ്റ്റഡി വി അനലൈസ് വെദർ അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് ഓർ നോട്ട്. സോ ദാറ്റ് ഇസ് എ യൂട്ടിലിറ്റി ഓഫ് ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ റിസർച്ചിന് ഒരു ഫോർമാറ്റും ആണല്ലോ, അതാണ് ഈ ഹൈപ്പോത്തസിസ് മെയ്ഡ് ബൈ എ റിസർച്ചർ. ഹൈപ്പോത്തസിസ് ആക്ച്വലി എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ റിസർച്ചർ. ഓക്കെ, ആറ്റ് ദി ബിഗിനിങ് ഓഫ് ദി റിസർച്ചിൻ്റെ തുടക്കത്തിൽ അയാൾ നടത്തുന്ന ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ത്രൂ ഔട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ദി റിസർച്ച് ഈസ് ഓഫൺ ആൻ എക്സാമിനേഷൻ ഓഫ് വെദർ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്, വെദർ this tentative statement is correct or not. The research is a work for checking whether this tentative statement is correct or not. Okay, now hypothesis testing is an important part of social science research. അപ്പം ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നമ്മൾ ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിനെ നൾ ഹൈപ്പോത്തസിസ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുക. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലോ എന്ന് നമ്മളത് ടെസ്റ്റ് ചെയ്യും. നമ്മൾ പിന്നെയുള്ള റിസർച്ചിൽ ടെസ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഹൈപ്പോത്തസിസ്. ഇറ്റ്സ് ആക്ച്വൽ ഹെൽപ്പ് ഈസ് that is a statement we tentatively makes at the beginning of the research. Later through the research we check whether that statement is correct or not by analyzing certain variables, using some techniques, etc. Okay, so that is the utility of hypothesis testing. Hypothesis is the tentative statement or a temporary statement that we often a researcher makes at the beginning of the study. Later we check whether the statement is correct or not, and that is the most important part of social science research. Okay, so that is all about today's class. അപ്പോൾ നിങ്ങളിതൊക്കെ ഈ ക്ലാസ് നോക്കുക. ഞാനവിടെ ക്ലാസ് റൂമിൽ നോട്ടിട്ടേക്കാം. പിന്നെ അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നോട്ടും കൂടെ നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, അസൈൻമെൻറ്റും കൂടെ ചെയ്യണം. ഓക്കെ, സോ താങ്ക്സ് ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.